വീട്ടിലെ പണികളൊക്കെ നേരത്തെ ഒതുക്കിയിട്ട് ഇന്നിപ്പോൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇറങ്ങിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്ക് മഴ ചാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് വേഗം കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അനഹയൊക്കെ വരും. അപ്പോൾ അവർ നാളെ തിങ്കളാഴ്ച രാവിലെ അവർ അബുദാബിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അമ്മ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് ബീഫാണ് കേട്ടോ. ബീഫ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടൊക്കെയാണ്. അതുപോലെ തന്നെ മീനും ഒക്കെയാണ് കേട്ടോ. പിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരൊരു 8:30 ആയപ്പോഴത്തേക്കാണ് ഹരിപ്പാട് നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ നേരം കുഞ്ഞാവയായിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കുഞ്ഞിപ്പന്നെ കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിൽ ഞങ്ങൾ കൂടുതൽ നേരം അവളുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ പപ്പായും അമ്മയും ഒക്കെ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഒരു 9-10 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഒരു ഉച്ച കഴിഞ്ഞപ്പോഴായിരുന്നു കേട്ടോ അവർക്ക് ഫ്ലൈറ്റ്.